ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ വന്നേക്കാണ്, നമ്മുടെ പ്രതീക്ഷേട്ടൻ്റെ വീട്ടിൽ വന്നേക്കുക കേട്ടോ. നമുക്കിന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ ആക്കി നമ്മളിന്ന് അവിടെ നിന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇച്ചേൻ്റെ രാവിലെ ഇറങ്ങിയതാണ്. നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ, പക്ഷേ അച്ഛനും അമ്മയും നമ്മൾ ചേച്ചിയുടെ വീട്ടിലിറക്കി. ഇത് പ്രതീക്ഷേട്ടന് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. നമ്മൾ ചെന്നപാടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ്. ചേട്ടൻ വീട്ടിലങ്ങനെ ഫുഡൊന്നും വെക്കുന്നില്ല, പുറത്തുനിന്നാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും ഇല്ല, നമ്മളത് മേടിക്കാമെന്ന് ഓർത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ കണ്ണൂർ ടൗൺ ആണ് കേട്ടോ. എനിക്കിവിടുത്തെ സ്ഥലമൊന്നും വലിയ പരിചയമൊന്നുമില്ല, ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തലതിരിവാ കേട്ടോ മൊത്തം. അങ്ങനെ ഗൈസ് നമ്മൾ ഫ്ലാറ്റിലെത്തി കേട്ടോ. നമുക്കിനി ഇവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വെക്കണം. ഫുഡൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും ആക്കിയിട്ടില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമ്മൾ കുറച്ച് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്കതൊക്കെ വെക്കണം. ഇങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഇച്ച കല്യാണത്തിന് മുമ്പ് ഇവിടെ താമസിച്ചത്, ഇച്ചയും ഏട്ടനും കൂടെ ഇവിടെ താമസിച്ചു കേട്ടോ. അവരുണ്ടായാലും ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു ഇവിടെ. എപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോഴും ഇച്ച ഇവിടെ തന്നെ പ്രതീക്ഷേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോഴേ എൻ്റെ കൂടെ നമ്മളിങ്ങനെ വീട്ടിലോട്ട് വരത്തുള്ളൂ. അതെ, പ്രതീക്ഷേട്ടൻ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇവിടെ സാധനങ്ങളെല്ലാം ഇതിലൊക്കെ നിരന്നൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. എന്നാലും നമുക്കതെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമുക്ക് തുടങ്ങണം. എല്ലാം കുറേ പണിയുണ്ട്, എന്നാലും നമുക്ക് പതുക്കെ എല്ലാം ചെയ്യാം. ഇത് സമയം 1:30 കേട്ടോ. ഞാൻ ഡ്രസ്സ് ചീത്തയാവണ്ടെന്ന് ഓർത്ത് അവിടെ നിന്ന് പ്രതീക്ഷേട്ടൻ്റെ ഒരു ബനിയനൊക്കെ എടുത്തിട്ടു കേട്ടോ. ചോദിക്കാനും പറയാനൊന്നും പോയില്ല, അങ്ങ് എടുത്തിട്ടു. എനിക്ക് പണി ചെയ്യുമ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചീത്തയാവും, അതുകൊണ്ട് എടുത്തിട്ട് കേട്ടോ. അപ്പം എന്നാലും പതുക്കെ തുടങ്ങാം. മടിയൊക്കെ ആയിരുന്നു കേട്ടോ, താമസിച്ചോണ്ട് വന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫുഡൊക്കെ വെക്കണമെന്ന് ഓർത്ത് വന്നല്ലേ, നമുക്ക് എന്തായാലും റെഡിയാക്കി കൊടുക്കാം. നമ്മളിന്ന് ചോറും കറിയൊക്കെ വെക്കണമെന്ന് ആലോചിച്ച് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ. പക്ഷെ നമ്മൾ കുറേ താമസിച്ച് പോയി, അതുകൊണ്ട് ബീഫ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ബീഫൊക്കെ നമ്മൾ കഴുകുക കേട്ടോ. നമുക്ക് ഉള്ളിയൊക്കെ അരിയണം കേട്ടോ, ഇവിടെ ഞാൻ തന്നെ ചെയ്യണമല്ല. പിന്നെ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് അമ്മയുണ്ടല്ലോ, ഇവിടെ പിന്നെ ഇച്ചയെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ലല്ലോ. ഇച്ച നമുക്ക് വീട്ടിൽ മാത്രം ചെയ്താൽ മതി, ഇവിടെ ചെയ്യണ്ട. ഞാൻ അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഉള്ളിയൊക്കെ അരിയുക. പ്രതീക്ഷയുടെ അതെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന നോക്കി അവിടെ ഇരുന്നിരുന്ന് മടുത്തെന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ വരും, രാവിലെ തന്നെ വരും എന്ന് പറയുന്നത് നമ്മൾ തന്നെ താമസിച്ചു കേട്ടോ. അതെ, പാവം ഇങ്ങനെ ഫോണൊക്കെ കുത്തിയിരിക്കുക. ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്, ഇത് പെപ്സിയാണ്, പെപ്സി. അങ്ങനെ ഗൈസ് നമ്മുടെ അരിച്ചിലും പിരിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മളത് ആക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഇവിടെ ആകുമ്പോൾ എണ്ണയൊക്കെ ഒത്തിരി ഉപയോഗിക്കുക, ആരും ഒന്നും ചോദിക്കാനും പറയേണ്ടതില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ അവിടെ ആകുമ്പോൾ നമ്മളെ ഓടിക്കുക, എണ്ണയൊക്കെ ഒഴിച്ച്. നമുക്ക് ചെയ്യാനൊന്നും ഒരാക്കം കിട്ടുന്നില്ല കേട്ടോ, ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആകെ വട്ടുപിടിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നത്. എന്നാലും ഇച്ചയുണ്ട് നമ്മുടെ സഹായത്തിന്, കുഴപ്പമൊന്നുമില്ല. അവിടെ മസാല എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ, വെച്ചാലും അല്ലെങ്കിലും കഴിക്കാനൊക്കെ തോന്നും. ഇതിൻ്റെ അകത്തൂടെ ബീഫും കൂടെ ഇട്ടാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ല, വേവണം. ഇത്രയും കഴിഞ്ഞ് പിന്നെ ബീഫൊക്കെ ഇട്ട് നമുക്ക് വരട്ടിങ്ങി എടുക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ ബീഫ് ഇത് അതിൻ്റെ അകത്തോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നത്, നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കത് അടച്ചൊക്കെ വെക്കണം കേട്ടോ. എന്തായാലും 1 മണിക്കൂർ വേവാൻ വേണ്ടി വെക്കണം. നല്ല വേവുള്ള സാധനം ഈ ബീഫ്. ഇതൊക്കെ വെക്കുന്നവർക്കറിയാമല്ലോ, നല്ല വേവുള്ള സാധനമാണ്, നല്ലതായിട്ട് വേവണം. ഇതൊക്കെ പറ്റി നല്ല രീതിയിൽ വരണം. നല്ല മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര മണമൊക്കെ വരുന്നത്. ഇവരെല്ലാവരും പറഞ്ഞു, കഴിച്ച് കഴിഞ്ഞ് ഇവരെന്നാ പറയുമെന്ന് അറിയത്തില്ല, നല്ല സൂപ്പറാണ് കേട്ടോ, മണമൊക്കെ നല്ല സൂപ്പറാണ്. നമുക്ക് അടച്ച് നമുക്ക് വേവിക്കാം, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ ഇത് വേഗത്തില്ല. നമുക്ക് അടച്ച് വെക്കാം.
പാവ വെച്ചാൽ നമ്മൾ ക്ഷീണിച്ചെന്ന് ഓർത്ത് നമുക്ക് ലൈമൊക്കെ ഉണ്ടാക്കി തരാൻ നോക്കുക കേട്ടോ. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഭയങ്കര ജ്യൂസ് ഒക്കെ അടിക്കുന്ന ആളെന്നൊക്കെയാണ് പറയാറുണ്ട് കേട്ടോ. നമ്മൾ പോയി പെട്ടെന്ന് കഴിക്കട്ടെ, നമുക്ക് ഇനി വലിയ സമയമൊന്നുമില്ല, വിശന്നിട്ട് ഇവിടെ ആർക്കും നിൽക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി കഴിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ പോയി കഴിക്കാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊറോട്ടയും കൂടെ ആക്കിയെടുക്കാം. നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ല, പൊറോട്ട കേട്ടോ. ഇത്ര താമസിച്ചില്ലേ, ഇപ്പോൾ ചോറൊന്നും വെക്കാനുള്ള നേരമൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന രാഹുലും ലക്ഷ്മിയും. അപ്പം നമ്മൾ അവരെയും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ പ്രതീക്ഷേട്ടൻ്റെ അടുത്ത റൂമിലോട്ടാണ് കഴിഞ്ഞ ദിവസം മാറിയത്. അപ്പം ഇന്ന് അവർ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കുന്ന തിരക്കിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ എന്തായാലും അവരെ വിളിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര പണിയൊക്കെയാണ്. ഇപ്പോൾ അവർ വരും, എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു വിളിക്കും. പിന്നെ നമ്മളെ വിളിച്ച് നമുക്ക് തന്ന ട്രീറ്റിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അല്ലേ മാളൂ?